സങ്കീർത്തന ഭാഗത്തെ ഒരു വാക്യം ഇങ്ങനെയാണ്: രാത്രി സമയത്തും ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. അനേക ദൈവഭക്തർ അവരുടെ അന്ധകാര വേളകളെ ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങൾ ആക്കി മാറ്റിയിട്ടുണ്ട്. നാം ഇന്ന് പാടി ആശ്വസിക്കുന്ന പല പാട്ടുകളുടെയും പിന്നിൽ ദൈവഭക്തന്മാർ അനുഭവിച്ച ഇരുളുടെ ചരിത്രം കാണാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മിഡിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കൃത്യമായിട്ട് സംസാരിക്കാൻ പോകുകയാണ്, കരുണ കാണിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയുടെ ഭാഗം ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ്. ഈസ്റ്റർ ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വലിയവനായ ദൈവം ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ടും കൂടെ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും, ഇടപെടും. വലിയവനായ ദൈവത്തിൻ്റെ വലിയ കരുതൽ, കരുണ നിങ്ങൾ അനുഭവിച്ചറിയുവാനും ഇടയായിത്തീരും. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ മറക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ മറക്കുന്ന ദൈവമാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളോട് അറിയിക്കാനുള്ള ദൂത് അത് തന്നെയാണ്. നമുക്കില്ലാത്ത അതുല്യമായ ഒരു കഴിവ് സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിന് ഉണ്ട് എന്ന് അറിയുക. മറക്കുവാനുള്ള കഴിവ്, ഫേവർ നിറഞ്ഞ ആ അവസ്ഥയിൽ ഫേവർ വെളിപ്പെടുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ മറക്കുകയാണ്. തൻ്റെ ഓർമ്മയിൽ നിന്ന് അവയെ എന്നേക്കുമായിട്ട് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത നിലയിൽ ദൈവം നമ്മളെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് വലിയവനായ ദൈവം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്നെന്നറിയുക. തൻ്റെ സന്നിധിയിൽ നമ്മെ ആക്കി തീർത്തിരിക്കുന്നു. എങ്ങനെയാണ്? കുറ്റമില്ലാത്തവരാക്കി ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുകയാണ്. ദൈവശാസ്ത്ര ഭാഷയിൽ ഇതിനെ നീതീകരണമെന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ദൈവം നമ്മളെ നീതീകരിച്ചത്, നമ്മളെ വിശുദ്ധീകരിച്ചത് നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, അവൻ്റെ വിശുദ്ധ രക്തത്താലാണ്. അവൻ നമ്മളോട് ഫേവർ കാണിച്ചപ്പോൾ നാം നീതിമാന്മാരായി മാറിയിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5:1 ആ വാക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തോട് കൂട്ടായ്മയും സഹിത്വവും മറ്റും നാം സ്ഥാപിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. ദൈവമായിട്ട് നമ്മൾ ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് വരാത്തിടത്തോളം കാലം യഥാർത്ഥത്തിലുള്ള സമാധാനം, സന്തോഷവും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ ആ കൂട്ടായ്മ സ്ഥാപിക്കുവാൻ സാധ്യമല്ല എന്നറിയുക. യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വരുന്ന ഒരാൾക്ക് മാത്രമേ അവൻ്റെ മക്കളായി, മകളായി, തീരെ മകനായിട്ട് മാറാൻ കഴിയത്തുള്ളൂ. അവൻ്റെ കൂട്ടായ്മയിൽ വരാൻ കഴിയത്തുള്ളൂ. അവൻ്റെ ക്രൂശിലൂടെയാണ്
അവൻ്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. ദൈവം പറയുന്നത് കേൾക്കുക, ഞാൻ നിന്നോട് പൊറുക്കാം, ക്ഷമിക്കാം, എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ മാത്രമേ ആ ക്ഷമ ഞാൻ നിനക്ക് നൽകുകയുള്ളൂ. ആയതിനാലാണ് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ ക്രൂശിലേക്ക് വന്ന് ദൈവപുത്രൻ്റെ ഉള്ള വിശ്വാസത്താൽ പാപമോചനവും രക്ഷയും പ്രാപിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത്. നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് നേരത്ത് ദൈവം തന്റെ നീതി നമ്മിലേക്ക് പകരും എന്ന് നാം മനസ്സിൽ ആക്കുക. യേശു ക്രിസ്തു നിമിത്തം നാം നീതിമാന്മാർ ആകുന്നു എന്ന് സ്വർഗീയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചാലും ഒരുവൻ തന്നിൽ തന്നെ പൂർണ്ണൻ ആകുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം എവിടെയാണ്? സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാം വിശുദ്ധന്മാരാകുന്നെങ്കിൽ യേശു ക്രിസ്തു കൂടാതെ, ക്രൂശ് കൂടാതെ നാം വിശുദ്ധന്മാരാകുന്നുവെങ്കിൽ, പൂർണ്ണരാകുന്നുവെങ്കിൽ അവൻ്റെ സ്ഥാനം നമുക്ക് ആവശ്യമല്ല. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം ഏതുമില്ല. നമുക്കെതിരെ ദോഷം ചെയ്തവരോടുള്ള പക ഉള്ളിൽ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ദുഷ്ടതയാൽ ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനം ഒന്നും തന്നെയില്ല. പകയും വിദ്വേഷവുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. എന്നാൽ ക്ഷമിക്കാനുള്ള മനോഭാവം, പക മാറ്റാനുള്ള മനോഭാവം, സ്നേഹം വെളിപ്പെടുത്താനുള്ള മനോഭാവം നമ്മളിൽ ഉദിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ്. അസഹിഷ്ണുത, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട്, അസഹിഷ്ണുത, അസൂയ, മുൻവിധികൾ, പക, വിദ്വേഷം ഇവയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ടുള്ള നമ്മുടെ വിശപ്പിനെ എടുത്തു കളയുന്നു. ദൈവത്തിലേക്ക് നമ്മളെ ഇതൊന്നും അടുപ്പിക്കുന്നില്ല. പക കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ, വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, അസഹിഷ്ണുത നിറഞ്ഞിരിക്കുമ്പോൾ, മുൻവിധികൾ നിറഞ്ഞിരിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നറിയുക. ഇന്ന് ഈ സന്ദേശം ശക്തമായിട്ട് നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ തരത്തിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ പകയും വിദ്വേഷവും പിണക്കവും വൈരാഗ്യവും എല്ലാം മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് വരിക, ദൈവിക സ്നേഹത്തിന്റെ കുടക്കീഴിലേക്ക് വരിക. ഇനി പറയുന്നത് ശ്രദ്ധിച്ചാലും, യൂദ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. പുറമേ നോക്കിയാൽ ക്രിസ്തുവിന്റെ നല്ലൊരു ഫോളോവർ ആയിരുന്നു ആര്? യൂദ എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ വച്ചിരുന്ന ദിവ്യാഗ്രഹം, ദോഷവും യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിലേക്കും തുടർന്ന് അവൻ്റെ ആത്മഹത്യക്കും കാരണമായി തീർന്നു. കർത്താവ് തിരഞ്ഞെടുത്തതാണ്. എന്നാൽ അവൻ നല്ലൊരു കർത്താവിനെ പിൻപറ്റുന്ന വ്യക്തി ജീവിതമായിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ള് മനസ്സ് ശരിയാകാതിരുന്നത് കൊണ്ട് അവൻ നാശത്തിലേക്ക് പോയി. ദിവ്യാഗ്രഹം അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ദോഷം ചെയ്യാനുള്ള വ്യഗ്രത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിലേക്കും തുടർന്ന് യൂദയുടെ ആത്മഹത്യയിലേക്കും കാരണമായി തീർന്നു. പകയും വിദ്വേഷവും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക. പകരം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. രാജാവായിരുന്ന ശൗൽ ദാവീദിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ ദാവീദിനോടും വിദ്വേഷവും അസൂയയും നിറഞ്ഞ് കവിഞ്ഞു. ക്രമേണ രഹസ്യ പാപങ്ങൾ ശൗലിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുകയാണ്. വേദപുസ്തകത്തിലെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, വളരെ ഗൗരവമായിട്ട് പഠിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിലയിലാണ് ഇന്നും നിങ്ങൾ തുടരുന്നെങ്കിൽ, വിദ്വേഷവും അസൂയയും നിറഞ്ഞ മനോഭാവത്തിലാണ് നിങ്ങൾ ഈ ദിവസങ്ങളായിരിക്കുന്നെങ്കിൽ, അതിനെ നീക്കിക്കളഞ്ഞാൽ മാത്രമേ കർത്താവിന്റെ ഫേവർ വെളിപ്പെടുകയുള്ളൂ.
ഇനി പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. മുൻവിധികളുടെ കൂമ്പാരവും പ്രതികാര മനോഭാവവും നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നീതിക്കായുള്ള ദാഹം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. പ്രതികാരവും പകയും ഹൃദയത്തിൽ നിറയുമ്പോൾ നീതിക്കായിട്ടുള്ള ദാഹം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകും. സാത്താൻ തരുന്ന റേഷൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ചാൽ, അവൻ തരുന്ന സൗജന്യം നമ്മൾ സ്വീകരിച്ചാൽ, സ്വർഗത്തിലെ നന്മകൾ പലതും നമുക്ക് നഷ്ടമായി പോകും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രിസ്ത്യാനികളും ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഒരു സാധാരണ ക്രിസ്ത്യാനി ദൈവത്തിനായിട്ട് ചെലവിടുന്നത് അല്പസമയം മാത്രമാണ്. 2025 ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് കുറേ സമയങ്ങൾ മാറ്റിവെക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മറ്റ് അനുദിന കാര്യങ്ങളിൽ വ്യാപൃതരായി കഴിയുന്നതിനാൽ വേദപുസ്തകം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആത്മീയ കൂട്ടായ്മ എന്നിവയ്ക്കൊന്നും സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അവര് പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കാം, പേരുകൊണ്ട് ദൈവത്തെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ വേദപുസ്തക വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആത്മീയ കൂട്ടായ്മയ്ക്കും സമയങ്ങൾ വേർതിരിക്കുന്നില്ല. അല്പസമയം പോലും അവര് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കുറേ സമയങ്ങൾ ദൈവസാന്നിധിയിൽ ഇരിക്കുവാൻ 2025 ഒരു വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ നൽകി തരണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ള, താല്പര്യമുള്ള, ദാഹമുള്ള ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ആലോചന ഏറ്റെടുക്കുക. കുറേ ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ആത്മീയ കൂട്ടായ്മകൾ പങ്കെടുക്കാനും ഇതുപോലെ നല്ല നല്ല സന്ദേശങ്ങൾ കേൾക്കാനും 2025 സമയങ്ങളെ വേർതിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് കൃത്യമായി സംസാരിക്കാനുണ്ടെന്ന് ശക്തിയോടെ ആലോചന അറിയിക്കട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ. തീഷ്ണതയുള്ള ശിഷ്യത്വത്തിന്റെ ആത്മാവിനെ അനേകർക്ക് നഷ്ടമായിരിക്കുകയാണ്. വീണ്ടും പറയുന്നു, തീഷ്ണതയുള്ള ശിഷ്യത്വത്തിന്റെ ആത്മാവ് പലർക്കും നഷ്ടമായിരിക്കുന്നു. ഫേസ്ബുക്കിനകത്തൂടെ സമയങ്ങൾ ചെലവാക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരുണ്ട്. യൂട്യൂബ് സന്ദേശങ്ങൾ ഒന്ന് മാറി ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ ചെലവാക്കുവാൻ ധാരാളം പേർക്ക് ആ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിനോ, പ്രാർത്ഥിക്കുന്നതിനോ, വചനം വായിക്കുന്നതിനോ, ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനോ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനോ, നെടുമ്പാട് വീഴുന്നതിനോ സമയങ്ങൾ കണ്ടെത്താതെ ഇരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ ഇടപെടുന്നു. ശിഷ്യത്വത്തിന്റെ ആത്മാവിനെ അനേകർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. തീഷ്ണതയുള്ള ശിഷ്യത്വത്തിന്റെ ആത്മാവിനെ മടക്കി വരുത്താൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ആത്മീയതയെ അവഗണിക്കുന്ന ഒരുവനിൽ ഹൃദയം കഠിനപ്പെട്ട് ദൈവിക കാര്യങ്ങൾക്കായിട്ടുള്ള വിശപ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കും. വീണ്ടും പറയുന്നു, ആത്മീയതയെ അവഗണിക്കുന്ന, തിരസ്കരിക്കുന്ന ഒരുവനിൽ ഹൃദയം കഠിനപ്പെട്ട് ദൈവിക കാര്യങ്ങൾക്കായിട്ടുള്ള വിശപ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടതിന് ശേഷം മടങ്ങി വരാനായിട്ടുള്ള സമയമാണ്. നിരന്തരം ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരുവൻ ക്ഷീണിച്ച് ബലഹീനൻ ആയിത്തീരുമെന്നറിയുക. നിരന്തരമായിട്ട് ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന ഒരാൾക്ക് ശരീരത്തിൽ ക്ഷീണമുണ്ടാകുന്നു. ഇതേപോലെ തന്നെ വളരെ തിരക്ക് നിമിത്തം ദൈവത്തെ മാറ്റി നിർത്തുന്നവർ ആത്മീയമായി വരണ്ടു പോകുന്നു. നിങ്ങളിപ്പോൾ വരൾച്ചയുടെ ഒരു അനുഭവത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവാഹ്വാനം ചെയ്യുകയാണ്. മുടിയൻ പുത്രൻ നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ആ പദപ്രയോഗം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രൊഡിഗൽ സൺ, പുത്രൻ്റെ മടങ്ങി വരവ് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ച് പോകുന്നു. എൻ്റെ അപ്പൻ്റെ കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കും. അവന് ഒരു ദിവസം അവൻ്റെ
ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുകയാണ്. ഞാനിവിടെ കിടക്കേണ്ടവനല്ല, എൻ്റെ അപ്പൻ്റെ കൂലിക്കാരെ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുകയാണ്, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പന്നിക്കൂട്ടത്തിന് നടുവിൽ വച്ച് പറഞ്ഞത് അവൻ്റെ മടങ്ങി വരവിൻ്റെ തുടക്കമായിരുന്നു. സഹോദരങ്ങളെ, ഏത് ചെളിക്കുണ്ടിൽ അകപ്പെട്ടു പോയവർക്കും ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരമുണ്ട്. അവൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അവിടെ അപ്പൻ്റെ ആൾക്കാരൊക്കെ കൂലിക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ പട്ടിണി കിടന്ന് ഞാൻ ഇല്ലായ്മയായി പോകേണ്ടവനല്ല. ഒരു മടങ്ങി വരവ് അവൻ്റെ ഹൃദയത്തിൽ ഒരു ആശയം ഉദിക്കുകയാണ്. ഞാൻ മടങ്ങി എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഇതേപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ആത്മീയതയിലേക്ക് നയിക്കും, ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവന് വിശപ്പ് തോന്നി ആ നിമിഷം തന്നെ ആത്മീയ യോജിപ്പിനായിട്ട് ദൈവം മേശ ഒരുക്കുകയാണ്. ദൈവം എപ്പോഴാണ് അവന് മേശ ഒരുക്കാൻ തുടങ്ങിയത്? അവൻ ചിന്തിച്ചു, അവൻ തീരുമാനമെടുത്തു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിനാത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഈ സമയത്തു തന്നെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മേശ ഒരുക്കാൻ കഴിയുമെന്നറിയുക. അവൻ്റെ വലിയ ആഗ്രഹവും വാഞ്ചയും ആഹാരമല്ലായിരുന്നു, പിതാവിനോട് നിരപ്പാകണമെന്നായിരുന്നു, പിതാവിനോട് നിരപ്പ് പ്രാപിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. ഇതേപോലെ നിങ്ങളുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, അല്ലെങ്കിൽ സ്വർഗീയ പിതാവുമായിട്ടൊരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ മേൽത്തരമായിട്ട് നടത്താൻ പോകുന്നു, പുഷ്ടിപ്പെടുത്താനായിട്ട് പോകുകയാണ്. പിതാവിനോട് നിരപ്പാകണമെന്നായിരുന്നു മുടിയൻ പുത്രന്റെ ആഗ്രഹമെന്ന് പറയുന്നത്. കേവലം ആഹാരം മാത്രമല്ലായിരുന്നു. പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് അവൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ യോഗ്യരല്ലാത്ത നിങ്ങളെ അവൻ യോഗ്യരാക്കി മാറ്റുമെന്നറിയുക. അവൻ ചിന്തിച്ചു, അവൻ പറയുകയാണ്, ഞാൻ അപ്പൻ്റെ ഓഹരിക്ക് ഒന്നും യോഗ്യനല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് തന്നെ അവന് വേണ്ടിയിട്ട് വലിയവനായ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. കേവലം അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ പ്രാർത്ഥനയ്ക്കുള്ള മറുപടികളോ ഒന്നുമല്ല നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയും. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? സ്വർഗീയ പിതാവിനോട് നമുക്കുള്ള ബന്ധം ശരിയാകുമ്പോൾ ഇതെല്ലാം ലഭിക്കുന്നതാണ്. സ്വർഗീയ പിതാവുമായിട്ട് നമ്മൾ അടുത്തു വരുമ്പോൾ, സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മളെ പിൻപറ്റുകയാണ്. സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു, സാത്താൻ ഒരുക്കിയ സകല കെണികളും മാറിപ്പോകുന്നു. എപ്പോഴാണ്? പിതാവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. വീണ്ടും പറയുന്നു, മുടിയൻ പുത്രന്റെ പിതാവ് പറഞ്ഞതുപോലെ നീതിക്കായിട്ട് വിശപ്പും ദാഹമുള്ള ഏവരോടും ദൈവം പറയുന്നു, മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. ഇന്ന് നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു, നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യൂറോപ്പിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. അമേരിക്കൻ ഭൂഖണ്ഡത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. ഏഷ്യയുടെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ സന്ദേശത്തിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളോട് ദൈവത്തിന് ഇടപെടുകയാണ്. മകനെ, മകളെ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ദൈവം ഇടപെടുന്നു, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. എന്നാൽ ആത്മീക സംതൃപ്തിയുടെ താക്കോൽ ദൈവത്തോടുള്ള നിരപ്പാണ് എന്നറിയുക. വീണ്ടും പറയുന്നു, ആത്മീക സംതൃപ്തിയുടെ താക്കോൽ, കീ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിരപ്പാണ്. വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ ദൈവത്തിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറുന്നു. എഴുതി വച്ചാട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യം എഴുതി വയ്ക്കാം, നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന അവസരത്തിൽ, ആ സെക്കൻഡിൽ ദൈവത്തിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറുകയാണ്. ഒരുപാട് വചനത്തിൻ്റെ
വചനം എനിക്ക് പറയാനായിട്ടുണ്ടെന്നാൽ സമയത്തിൻ്റെ കുറവുകൊണ്ട് വേഗത്തിൽ ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ സമൃദ്ധിയായി തീരുന്നു. ദൈവത്തിൻ്റെ പ്രോസ്പിരിറ്റി നമ്മുടെ സമൃദ്ധിയായി മാറുകയാണ്. ചിലർക്ക് സമൃദ്ധി എന്ന് പറയുന്നത് അലർജി പോലെയാണ് അവർക്ക് ജീവിതത്തിൽ വെളിപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ സമൃദ്ധിയായി മാറുകയാണ്. എപ്പോഴാണ് ആത്മീയ സംതൃപ്തിയുടെ താക്കോൽ ദൈവമായിട്ടുള്ള നിരപ്പ്, ആ നിരപ്പിലേക്ക് വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറും. ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ സമൃദ്ധിയായി മാറും. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശക്തിയായി മാറും. എപ്പോഴാണ് ദൈവവുമായിട്ട് നാം അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തോടുള്ള നിരപ്പ് ദൈവത്തോട് നാം നിരന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശക്തിയായി മാറുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറുകയാണ്. സാത്താന്യ ശക്തികളോട് മാറിപ്പോകുവാൻ കൽപ്പിക്കുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറുകയാണ്. പ്രതികൂല സാഹചര്യത്തിരിക്കുമ്പോൾ നാം പറയുമ്പോൾ, ഞെരുക്കത്തിലായിരിക്കുമ്പോൾ, ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ നാം ഇത് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ നാവ് നമ്മുടെ നാവായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ആ ഫേവറിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവമായിട്ട് അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാവോടുകൂടെ ദൈവത്തിന്റെ നാവ് ആ നിലയിൽ ആയിത്തീരുമ്പോൾ ദൈവത്തിന്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തായി മാറുന്നു. അതായത് നമുക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അതിൻ്റെ സ്വാഭാവിക ഫലമായിട്ട് തന്നെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും നമ്മൾ ഉണ്ടാകുകയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ. ഈ ഈസ്റ്റർ ദിനത്തിൽ വലിയ സന്തോഷമുണ്ടാകട്ടെ. ഈസ്റ്റർ ദിനത്തിൽ സംതൃപ്തിയുടെ അനുഭവം ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു കർത്താവ് അരുളി ചെയ്തത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരിക എന്നാണ് അർത്ഥം, മനസ്സു മാറ്റുക എന്നർത്ഥം എന്നൊക്കെയാണ് അതിനർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അതാണ് മാനസാന്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം അത് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്ന സമയത്ത് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, നിത്യജീവൻ ഉണ്ടാകുന്നു. എല്ലാ മേഖലകളും നമ്മൾ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തപ്പെടുകയാണ്. നമ്മുടെ സമർപ്പണം ശരി ആയതെങ്കിൽ നമ്മെ പുതുതാക്കുന്നതിനായിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നാം വാസ്തവത്തിൽ പരിവർത്തനം പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം പുതുതായിട്ട് ജനിച്ചവരായിട്ട് മാറുകയാണ്. നാം അവനെ സ്വീകരിക്കുന്ന നിമിഷമാണ് നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുന്നെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ എപ്പോഴാണ് വീണ്ടും ജനിക്കുന്നത്? നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് വീണ്ടും ജനിക്കുന്നില്ല. നമ്മളൊരു ആത്മീയ കൂട്ടായ്മയിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് വീണ്ടും ജനിക്കുന്നില്ല. നാം അവനെ സ്വീകരിക്കുന്ന സമയത്ത്, നാം അവൻ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന സമയത്ത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരം എനിക്കും നിങ്ങൾക്കും സ്വർഗസ്ഥനായ ദൈവം സൗജന്യമായി നൽകി തന്നിരിക്കുകയാണ്. നാം അവനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിച്ച മക്കൾക്കുള്ളതാണ് സമാധാനവും സന്തോഷവും സമൃദ്ധിയുടെ അനുഭവം എന്ന് പറയുന്നത്. വീണ്ടും ജനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന പേരിന് യോഗ്യരായി മാറുന്നത്. ഇന്ന് നിരാശയോടുകൂടെ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്, വളരെ പ്രതികൂലത്തിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്, ഒരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഇന്റർനെറ്റിലൂടെയും TV സ്ക്രീനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് അറിയിക്കാനുള്ള ഈസ്റ്റർ ദിനത്തിൽ അറിയിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, അവനെ സ്വീകരിക്കുന്ന നിമിഷം തന്നെ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുകയാണ്. ഹല്ലേലൂയ! നാം വീണ്ടും ജനിക്കുന്നു, നാം അവകാശികളായി മാറുന്നു, നാം മക്കളായി മാറുന്നു. നാം വീണ്ടും ജനിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സമയത്ത്, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ വലിയവനായ ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുവാനിടയായിത്തീരും.
അനേക നാളുകളായിട്ട് നമ്മുടെ പ്രെയർ ലൈനിൽ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ ദീർഘവർഷങ്ങളായിട്ട് ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, എല്ലാം ശത്രു അപഹരിച്ചു കൊണ്ടുപോവുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. എന്നാൽ സമാധാനം തരാൻ, സന്തോഷം നൽകി തരാൻ, ജീവിതത്തിൽ ഉയർച്ച നൽകി തരാൻ, ജീവിതത്തെ മോടി പിടിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ നസ്രായനായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതാണ് ഈസ്റ്റർ സന്ദേശം നിങ്ങൾക്കായിട്ട്, അതാണ് ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നാം അവനെ സ്വീകരിക്കുന്ന നിമിഷം തന്നെ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരാഴ്ച മുൻപ് എൻ്റെ വലതേ കൈയുടെ ഒരത്തിന് താഴോട്ടും കൈയുടെ മുട്ടിന് മുകളിലോട്ടുമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. കൈ പൊക്കത്തില്ലായിരുന്നു, ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ആ സമയം ഞാൻ ബിജു പാസ്റ്ററെ വിളിച്ചു. ബിജു പാസ്റ്റർ പ്രാർത്ഥിച്ചു. ബിജു പാസ്റ്റർ പറഞ്ഞു, രാവിലെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കൈക്ക് നല്ലൊരു സൗഖ്യം കിട്ടി. പൂർണ്ണമായിട്ടും 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ടും വേദനയെല്ലാം മാറി. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് ഞാൻ ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഒരു സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് കുറച്ചുകൂടി ഉയർച്ച വേണം, നന്മ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. കരങ്ങൾ ഈ TV സ്ക്രീനിലൂടെ ചേർത്ത് പിടിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വ്യത്യസ്ത മേഖലയിലായിരിക്കും അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ജനത്തിനു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകാനായിട്ട് പോവുകയാണ്. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് പോയിട്ടും പാർട്ട് ടൈം ജോലി പോലും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ധാരാളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാട്ടിൽ നിന്ന് ഭീമമായ ലോൺ എടുത്താണ് നിങ്ങൾ ആ ദേശത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. UK ദേശത്തിരുന്നു കൊണ്ട്, മറ്റ് യൂറോപ്യൻ ദേശത്തിരുന്നു കൊണ്ടൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം ആ ഞെരുക്കം മാറ്റി, നിങ്ങളുടെ അവസ്ഥ മാറ്റി അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു തരാനായിട്ട് പോകുകയാണ്. അതുപോലെ തന്നെ കാലിന് സർജറി കഴിഞ്ഞിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്ന ഒരു സഹോദരിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. നിന്റെ നാഡീനരമ്പുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഉള്ളിലുള്ള മുറിവുകളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തു തന്നെ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഹാപ്പി ഈസ്റ്റർ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.